കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് മോശമല്ലേ? അതെ അതെ തീർച്ചയായിട്ടും കല്യാണം നടക്കുമെങ്കിൽ എല്ലാവരും അറിയിച്ചേ നടക്കത്തുള്ളൂ. അങ്ങനെയുണ്ടെങ്കിൽ ഈ ജന്മം നടക്കത്തില്ല. കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. ഇല്ലില്ല, ഞാനിപ്പോൾ ഒരു സത്യവിശ്വാസിയായിട്ട് സാമൂഹ്യ സേന, എനിക്കൊരു പ്രണയമേ ഉള്ളൂ ഇപ്പം സിനിമ. അപ്പോൾ അതിലൊരു നല്ല കലാകാരനാവുക, ആ ഒരു പേരെടുക്കുക, പറ്റിയ പിന്നെ ചാരിറ്റി എന്നുള്ളതാണ്. അപ്പോൾ കുടുംബമായിട്ട് പോകുമ്പോഴത്തേക്ക് അതിനുള്ളതുണ്ടാകും. പിന്നെ പ്രായമാവുമ്പം മീൻസ് നമുക്ക് ക്ഷീണം വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കൂട്ടിനെ ദൈവം തരികയാണെങ്കിൽ അപ്പോൾ കൂട്ടും, അല്ലാതെ സ്ത്രീയെ വേണ്ടാന്നൊന്നുമല്ല. ഇപ്പോൾ എനിക്ക് ശാരീരികമായിട്ട് മാനസികമായിട്ട് അങ്ങനെ ഒരു കൂട്ട് വേണ്ട എന്ന് വെച്ച് തന്നെ പോകുന്നു. നമുക്ക് ശക്തമായ കൂട്ടുകളുണ്ട്, കണ്ടില്ലേ, ബലമുള്ള സംഗതികളൊക്കെ. അങ്ങനെ തെറ്റിദ്ധാരണ ആരെങ്കിലും വരുത്തിയാലും അങ്ങനെ വരില്ല. കാരണം ഞാൻ ഏതെങ്കിലും ഒരു സ്ത്രീയോട് വാക്ക് പറഞ്ഞാൽ കൃത്യമായി ഞാൻ പാലിക്കും. പക്ഷേ ഇപ്പം അതിൽ താല്പര്യമില്ല. നമ്മൾ അന്ന് പറഞ്ഞല്ലേ, നമ്മൾ പറഞ്ഞില്ലേ കൃത്യമായിട്ട്? ഞാൻ അന്ന് മോനോടല്ലേ പറഞ്ഞു 75ാമത്തെ ദിവസം എന്തായാലും ഞാൻ ഫൈനൽ പറയുമെന്ന്, ഇല്ലേ? അതുകൊണ്ട് അല്ല, അദ്ദേഹത്തിന്റെ ഡയലോഗ് നമ്മൾ ഒരുപാട് സംസാരിച്ച് കഴിഞ്ഞ ഒരു വിഷയമല്ലേ. അത് അങ്ങും തൊടാതെ ഇങ്ങും തൊടാതെ ചുമ്മാ പറഞ്ഞുകൊണ്ട് കാര്യമുള്ളൂ. അപ്പം അഖിൽ മാരാർ എന്ന് പറയുന്നത് എൻ്റെ ഒരു സഹോദരന് തുല്യനാണ്. അദ്ദേഹത്തിന് വേണ്ടി വീഡിയോ ഇട്ടതല്ലേ ഞാൻ കഴിഞ്ഞ സീസണിൽ, പിന്നെ അദ്ദേഹത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്തതല്ലേ. അപ്പം അതല്ല, ഇപ്പം ഞാൻ അദ്ദേഹത്തെ എതിർത്ത് പറയല്ല. ഒരു കാര്യം ഒരെണ്ണം പറയുമ്പോൾ ഒരു പ്രതിയും ഉണ്ടാവും, ഒരു വാദിയും ഉണ്ടാവും, അല്ലേ? ഇപ്പം തന്നെ മറ്റേ ഒരു സംവിധായകൻ്റെ കാര്യത്തിൽ പറഞ്ഞപ്പോഴത്തേക്ക് കൃത്യമായിട്ട് വാദി എന്ത് ചെയ്തു, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കംപ്ലൈൻറ്റ് കൊടുത്തു. ദെൻ അതിൻ്റെ പ്രൊസീജിയറിൽ അങ്ങനെ നടക്കും, കോടതിയിലുള്ള കേസാണ്, അല്ലേ? അതേ അവർ തമ്മിൽ മ്യൂച്വൽ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സംസാരിച്ചിട്ട് കഴിയുള്ളൂ. അതല്ല, അദ്ദേഹം വാക്ക് ചാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചുള്ളെങ്കിൽ അത് അക്ഷന്തവ്യമായ തെറ്റാണ്. വാക്ക് പറഞ്ഞാൽ നമ്മൾ വാക്ക് പാലിക്കണ്ടേ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്ന് പറയുന്നത് 18 വർഷം കൊണ്ട് സത്യവിശ്വാസിയായിട്ട് നടക്കുന്ന ആളാണ്. സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ വിശ്വസിക്കുകയും സത്യം പറയാനും 18 വർഷം കൊണ്ട്. അതിനു മുമ്പ് ഞാൻ വിശ്വാസിയായിരുന്നെങ്കിലും കപടവിശ്വാസിയായിരുന്നു. കാരണം എനിക്ക് സത്യവിശ്വാസി എന്താണ്, കപടവിശ്വാസി എന്താണെന്ന് തിരിച്ചറിവില്ലായിരുന്നു. അപ്പം എനിക്ക് തോന്നുമ്പോൾ ചിലപ്പോൾ കള്ളം പറയും, ചിലപ്പോൾ എനിക്ക് തോന്നുന്ന പോലെ സഞ്ചരിക്കും, അതൊക്കെയായിരുന്നു. പക്ഷേ 18 വർഷം കൊണ്ട് ഞാൻ വേദം പഠിച്ചപ്പോൾ ഞാനിന്ന് സത്യവിശ്വാസി. ഞാൻ പറയുന്നത് സത്യമാവണമെന്ന് എൻ്റെ വാക്കുകൾ വിശ്വസിക്കുന്ന കുട്ടികൾ തൊട്ട് മുതിർന്ന ധാരാളം പേരുണ്ട്. അപ്പം അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം അഖിൽ മാരാർക്കുണ്ട്, അല്ലേ? അവിടെ ഇപ്പം വാദി പ്രതി എന്ന് പറഞ്ഞിട്ട് കേസ് രജിസ്റ്റർ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം? പ്രതി ആരെന്നെങ്കിലും പറയണം, വേണ്ടേ? ഏഷ്യാനെറ്റിലെ ഉന്നതർ അല്ലെങ്കിൽ പ്രമുഖർ, ബിഗ് ബോസിലെ പ്രമുഖർ എന്ന് പറയുമ്പം കുറേ പേരുടെ പുറത്ത് കരിയോയിലും അരി ഒഴിക്കുന്ന കണക്കല്ലേ? അല്ലെങ്കിൽ അല്ലേ, നിങ്ങളിൽ കുറേ പേർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതിലിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരായിട്ട് പറയണ്ടേ, ഇയാളാണോ ഇയാളാണോ ഇയാളാണോ? അത് നമ്മളെ തെറ്റിദ്ധാരണ വരുത്തുന്ന ഒരു സാധനമാണ്, ശരിയല്ലേ? അപ്പോൾ ആരാണ് അങ്ങനെ ചെയ്തതെന്നെങ്കിലും പറയാൻ ശ്രമിക്കണം, അല്ലേ? അല്ലെങ്കിൽ അഖിൽ മാരാർ എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരൻ ചെയ്യേണ്ടത് എന്താണ്? ഈ പറയുന്ന വാദി എന്ന് പറയുന്ന വിഷമം അനുഭവിച്ച വ്യക്തി ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി സമൂഹത്തിൽ ഇറങ്ങിയിട്ട് നിയമ നടപടികൾ നടത്താനായിട്ട് പോകണം, ശരിയല്ലേ? ആലോചിച്ച് നോക്ക്, ശരിയാണോ തെറ്റാണോ നിങ്ങൾ തീരുമാനിക്കുക. അല്ലാതെ കുറേ യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ വ്യൂവേഴ്സിനെ കൂട്ടാൻ വേണ്ടി വായി തോന്നുന്നു വിളിച്ചു പറയും, എന്നിട്ട് അവർ തന്നെ പൈസ കൊടുത്ത് വളർത്തുന്ന ചില ചൊറിയ മാക്രി എന്നെ പോലെയുള്ള അല്ലെങ്കിൽ കുറേ എന്നെ എതിർത്ത് പറഞ്ഞ് നേരെ താഴെ വന്നിട്ട് പോക്കൃത്തരങ്ങളാണ് വിളിച്ച് പറയുന്നത് ഓരോരുത്തരുടെ. എനിക്ക് പിന്നെ പ്രശ്നമില്ല, കാരണം ഞാൻ 18 വർഷക്കാലം ചാനൽ ചർച്ചകൾ വെച്ച് ഞാൻ നിറഞ്ഞ തെറി കേട്ട് ഇവിടം വരെ എത്തിയത്. അതുകൊണ്ട് എന്നെ തെറി വിളിച്ചാലും വിവരവും ചിന്തിക്കാൻ കഴിവുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാം ഞാൻ പറഞ്ഞത് സത്യമാണോ ശരിയാണ്. ഞാൻ ഇത്രേ പറഞ്ഞോളൂ, അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ മുഖ്യധാര ജനങ്ങളെ കബളിപ്പിക്കാൻ പാടില്ല. അദ്ദേഹം 2 കാര്യത്തിൽ ഒന്ന് ചെയ്യണം. ഒന്നുകിൽ ഇര ആയോ ഇല്ലയെന്ന് എനിക്കറിയില്ല, ആ ഇര എന്ന് പറയുന്ന വ്യക്തിയുടെ പേരൊന്നും പറയണ്ട, പക്ഷെ അവർക്ക് വേണ്ടി നിയമ പോരാട്ടം നടത്തി വിജയിപ്പിക്കണം. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. വായിലൊന്നും വെച്ചോണ്ടിരിക്കാതെ ഉറക്കപ്പറ ശരിയാണ്. അല്ലെങ്കിൽ ആരാണ് ഇവരെ പീഡിപ്പിച്ചത്, അല്ലേ? ഇവരെ ഇങ്ങനെ ദ്രോഹിച്ചത് ഏഷ്യാനെറ്റിൻ്റെയോ ബിഗ് ബോസിൻ്റെയോ പ്രമുഖരാണെങ്കിൽ അവരുടെ പേര് പറയാലോ, അല്ലേ? ഇപ്പൊ ഒമർ ലുലുവിൻ്റെ പേര് പറഞ്ഞിരിക്കുന്നു ആ ഒരു സിനിമയുടെ കാര്യത്തിൽ, അല്ലേ? അദ്ദേഹം അത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹം മുക്തനാവും. അവർ തമ്മിൽ ഉഭയകക്ഷി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കാണുന്നത്. ഒരുപാട് മാസങ്ങൾ കൊണ്ട് ഒരുമിച്ച് കിടക്കുകയാണെങ്കിൽ അവർ തമ്മിലുള്ള സമ്മതം ആണെങ്കിൽ ബാക്കി ആണ്ടിരിക്കുന്നവർക്ക് എന്താ കുഴപ്പം? അതല്ല, ചാൻസ് കൊടുക്കാന്ന് പറഞ്ഞ് പീഡിപ്പിച്ചാണെങ്കിൽ ചാൻസ് കൊടുക്കണ്ടേ, വേണ്ടേ? അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് ഞാൻ കപട വിശ്വാസികൾക്കെതിരെയാണ്. ഞാൻ വിശ്വാസിയാണ്, കട്ട വിശ്വാസിയാണ്. അതുകൊണ്ട് തന്നെ പറയുന്നു. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. അഖിൽ മാരാരുടെ വിഷയം അഖിൽ മാരാർ തെളിയിക്കാത്തിടത്തോളം കാലം, അല്ലെങ്കിൽ ഏഷ്യാനെറ്റും എൻഡുമോൾ ഷൈനും അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് ടീമും ഈ ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കാത്ത കാലം ഈ ഒരു ചർച്ച, ഈ ഒരു ക്വസ്റ്റ്യൻ ഉത്തരം ഞാൻ പറയില്ല. കാരണം ചുമ്മാ രാവിലെ എണീക്കുക, നമ്മൾ ചുമ്മാ ഇദ്ദേഹത്തിൻ്റെ ഇവരുടെയൊക്കെ കുറേ പേരുകൾ പറഞ്ഞ് ഇങ്ങനെ
ചുമ്മാ പബ്ലിസിറ്റി ഉണ്ടായിക്കൊണ്ടിരിക്കുക. അവരുടെ യൂട്യൂബിന്റെ അടിയിൽ ആൾക്കാരെ കയറ്റുക, സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കയറ്റുക. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, എൻ്റെ സഹോദരനാണ്, അദ്ദേഹത്തിന് വേണ്ടി ഞാൻ വീഡിയോ ഇട്ടതാണ്. പക്ഷെ ഇത്രത്തോളം അഹങ്കാരവും ഇത്രത്തോളം തലക്കനവും ഇത്രത്തോളം പുച്ഛവും ഇത്ര എല്ലാവരെയും പരിഹസിക്കുകയും ചെയ്യുന്ന ആ ഒരു ശീലം ഒരു ബിഗ് ബോസ് വിന്നർ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് നേതാവ്, രാഷ്ട്രീയത്തിൻ്റെയൊക്കെ നേതാവാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ നാളെ MLA യോ MP യോ മന്ത്രിയൊക്കെ ആവേണ്ട ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. ആ വ്യക്തിത്വം ഇങ്ങനെ എല്ലാവരെയും തെറി വിളിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പുച്ഛിച്ച് പറയുക, അല്ലെങ്കിൽ അഹങ്കരിച്ച് പറയുക, അതിൻ്റെ താഴെ അവരുടേതായ ആൾക്കാർ വന്നിട്ട് തെറി വിളിക്കുക, അത് അഖിലിന് അത്ര ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹമൊക്കെ രാഷ്ട്രീയത്തിൽ ഉന്നതമായ കസേരകളിൽ വരേണ്ട വ്യക്തികളാണ്. എനിക്കതിൽ മോഹമൊന്നുമില്ല. എനിക്കൊരു കലാകാരനാകണം എന്നേ ആഗ്രഹമുള്ളൂ. ഇനിയിപ്പോൾ തന്നെ നേരത്തെ അന്ന് ഞാൻ സിനിമയ്ക്ക് വന്നപ്പോൾ നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും പറയില്ല. അപ്പോൾ കുറേ പേര് വന്ന് പറഞ്ഞു അഖിൽ മാരാരുടെ സിനിമയിൽ എനിക്ക് ചാൻസ് തരാം എന്ന് പറഞ്ഞുകൊണ്ടാണോ ചേട്ടൻ ഒന്നും പറയാത്തത്? അന്ന് നിങ്ങളല്ലേ ചോദിച്ചത്, ഓർമ്മയില്ലേ? അന്ന് ഇവിടെയുള്ള കൂട്ടത്തിൽ കുറേ പേര് വന്നപ്പോൾ എന്നോട് ചോദിച്ചു ചേട്ടാ അഖിൽ മാരാരുടെ വിഷയത്തിൽ എന്താ? എനിക്ക് ഒന്നും പറയാനില്ല, ഞാൻ പഠിക്കട്ടെ എന്നാണ് 2-3 ആഴ്ച കൊണ്ട് പറഞ്ഞു. ഇപ്പോൾ പഠിച്ചിട്ട് തന്നെ പറയുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ചാൻസ് തന്നാലും തന്നില്ലെങ്കിലും അതിന് മുമ്പ് തന്നെ സീസൺ 2 കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ എന്നോട് പറഞ്ഞതല്ലേ എൻ്റെ അടുത്ത 2 സിനിമകളിൽ, ഞാൻ ചോദിച്ചു പറഞ്ഞ അടുത്ത 2 സിനിമകളിൽ ലാലേട്ടൻ അവസരം തരാം. മഹാനായ ലാലേട്ടൻ്റെ കൂടെ ഒരു കാർ ഡ്രൈവറായിട്ട് പോലും അല്ലെങ്കിൽ ചെറിയ വേഷം പോലും ചെയ്യാൻ എനിക്ക് ഇതുവരെയ്ക്കും അവസരം കിട്ടിയിട്ടില്ല. പിന്നെയാണോ ഇനി എടുക്കാൻ പോകുന്ന മറ്റു പലരുടെയും സിനിമയിൽ കിട്ടുകയില്ല? എനിക്കൊരു വിഷയമേ അല്ല. സിനിമയല്ല അവസാനം. ഏറ്റവും അവസാനം എന്ന് പറയുന്നത് ദൈവികമായ കൃപാകടാക്ഷം കിട്ടണമെന്നുള്ളതാണ്.